ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. വണ്ടിൻ നിറത്തിലൊരുവൻ യമുനാതടത്തിൽ തിണ്ടിന്നുമേലെ എഴുന്നള്ളിയിരുന്നു മെല്ലെ. തൊണ്ടിപ്പഴത്തനുടിടഞ്ഞ ചുകന്ന തന്റെ ചുണ്ടത്തു വെച്ചു കുഴൽ ഭംഗിയിലൂതിടുന്നു. വൃന്ദാവനത്തിലിരവിൽ പുതുവെണ്ണിലാവിൽ മന്ദാരകങ്ങൾ വിരിയും യമുനാതടത്തിൽ മന്ദാനിലൻ കുളിരൊടങ്ങനെ വീശിടുമ്പോൾ നന്ദാത്മജൻ മുരളി ഭംഗിയിലൂതിടുന്നു. രാമാനുജൻ വനതലത്തിലിരുന്ന ലോകസാമാന്യമാധുരിയഴും കുഴലൂതിടുന്നു. രാമാജനങ്ങൾ അകലെ കുഴലൂത്തു കേട്ടു രോമാഞ്ച കഞ്ചുകിതരായി നിലകൊണ്ടിടുന്നു. മാൺപേറിടുന്ന കഴൽ നക്കി മിനുക്കിമേവും മാൻപേടയെ കരളലിഞ്ഞു കിശോരകൃഷ്ണൻ തൻ പേലവച്ചൊടിയിലെ ചിരിയാൽ നനഞ്ഞോരൻപേന്തിടും മിഴികളാലൊഴിയുന്നു മന്ദം. നീ ദുഷ്ടചിത്തകമലത്തിനു കാളരാത്രി, നീ രൂഢയോഗ സുമനസ്സിനു സുപ്രഭാതം. നീ ഗോപികൾക്കു തണലൊത്തൊരുമിച്ചിടുമ്പോൾ നീ താനവർക്കു കനൽ വിട്ടുപിരിഞ്ഞിടുമ്പോൾ. വിണ്ണേകി വേടനു വധിച്ചതിനുള്ള കൂലി പെണ്ണിന്നു മോക്ഷമരുളി വ്യഭിചാരമൂല്യം. കണ്ണന്റെ കൺമിഴിയിൽ നിന്നൊഴുകിയിടുമമ്പാം കണ്ണീർ കടൽ കിയലുമാഴവുമെന്നളക്കാം. നൈർമല്യഭാവമൊടു കണ്ണനുതിർത്തിടുന്ന നർമ്മസ്മിതാഭയുടെ നേർമയിലൂടെ നന്നായി നിർമത്സരർക്കു തെളിയുന്നൊരഖണ്ഡ സച്ചിതുന്മേഷ ശക്തിയെ വിഭാവന ചെയ്തിടുന്നേൻ. മഞ്ജീരനാദമളികാന്തി മയൂരപിഞ്ചം മഞ്ജുസ്മിതം മുരളി എന്നിവ ചേർന്നൊരുണ്ണി കുഞ്ചം മയങ്ങി മരുവും യമുനോപകൂല കുഞ്ചത്തിലോതിയ രഹസ്യമെനിക്കു വേദം. എന്തെങ്കിലും ഗുണമിവനുരിയാടുവാനില്ലെന്നല്ല, ദോഷമൊരുപാടിവനുണ്ടു താനും. എന്നാൽ
എന്നാലുമെന്നിൽ അവിടേക്കുളവായിടേണമെന്നാളും അത്യധികമാം പ്രിയമംബുജാക്ഷ. നാളേക്കു സാധന ഫലിച്ചിടുമെന്നു നന്ദി നാളല്ല കൊല്ലമൊരുപാടു കഴിഞ്ഞുപോയി. എന്നാണെനിക്കു ഭഗവാന്റെ പദാരവിന്ദം കണ്ണാലെയൊന്നു നുകരാൻ കഴിയുന്നതാവോ? മുട്ടാതെ ഞാൻ മുരഹരന്റെ പദാരവിന്ദമൊട്ടേറെ നാൾ തൊഴുതതിൻ ഫലമായൊരിക്കൽ വറ്റിക്കുമോ വ്യസനവാരിധി? രണ്ടു തുള്ളിയിറ്റിക്കുമോ കരുണയാമൃതംബുജാക്ഷൻ? സേവിച്ചിടാത്ത പശു ഹന്ത സുഖിച്ചിടുന്നു, സേവിച്ചിടുന്നൊരടിയൻ വ്യസനിച്ചിടുന്നു. ഈ അന്തരത്തിനൊരു ഹേതു വിശേഷബുദ്ധിയാണെങ്കിലായതു മുരാരി തിരിച്ചെടുക്കാം. നിന്ദിക്കുവാൻ വിഷമമില്ലൊരു ജീവിയെയും വന്ദിക്കുവാൻ വളരെയുണ്ട് ഞെരുക്കമോർത്താൽ. അത്യൽപബുദ്ധി മതി പുച്ഛരസം നടിക്കാൻ ഭക്തിയാ നമിപ്പതിനു വേണമനന്ത ഭാഗ്യം. മാനത്തൊടൂഴിയിൽ വസിക്കുകയില്ല മോദം, മാനത്തു കേറുകിലുമില്ല സുഖങ്ങളൊന്നും. ആനന്ദമെന്നു പറയുന്നതു വേണമെങ്കിലാ നന്ദപുത്രനുടെ കാൽത്തണലിൽ ഗമിപ്പിൻ. വംഗപ്രഭുക്കളുടെ പങ്കിലമാം ചരിത്രം സങ്കോചഹീനമെവിടെയുമിരുന്നു പാടാം. പങ്കേരുഹാക്ഷനുടെ ശങ്കരമായ നാമസങ്കീർത്തനത്തിനതിയായി മടി തോന്നിടുന്നു. നിസ്സാരമായ വിഷയങ്ങളെ ഓർത്തുകൊണ്ടു സംസാരികൻ സമയമൊക്കെ മുടിച്ചിടുമ്പോൾ കംസാരി തന്റെ വിലയേറിയ പാദമോർത്തു ഹാ സജ്ജനങ്ങൾ സമയം മുതലാക്കിടുന്നു. മാലോകരൊക്കെ അവതാര ഗുണങ്ങൾ നേടി ഭക്താളി മാത്രം അവതാര രസം നുകർന്നു. അംഗങ്ങളൊക്കെയും അമൃതുണ്ടമരത്വമാണ്ടു. നാവൊന്നു മാത്രം അമൃതിൻ സ്വരസം സ്വദിച്ചു. യാഗങ്ങളും ശ്രുതികളും വിവിധങ്ങളായ യോഗങ്ങളും സകലതും ബഹുദുർഘടങ്ങൾ. തെറ്റാത്തതായ വഴി കേവല ഭക്തി പോലെ മറ്റൊന്നുമില്ല. ഭഗവാനെ വശീകരിപ്പാൻ കഷ്ണിച്ചുകൊണ്ടിഹ ഭജിച്ചു കുറെ കഴിഞ്ഞാൽ കൃഷ്ണൻ കൃപാപരവശൻ മമ മുൻവശത്തിൽ വന്നോളുമെന്നു കരുതി ക്ഷമയോടുകൂടി ഇന്നേവരേക്കുമടിയൻ നിവസിച്ചു പോന്നു. വല്ലാത്ത മോഹം അവിടുത്തൊടു തോന്നി വേഗമില്ലം മുതൽക്കു പല ഹൃദ്യപദാർത്ഥജാതം എല്ലാം വെടിഞ്ഞു വരുമീയടിയന്റെ നേരത്തെല്ലെങ്കിലും കരുണ കണ്ണനു വേണ്ടതല്ലേ. ചെന്തിയെരിഞ്ഞ ഭവസിന്ധുവിൽ 100 കൽപ്പം ശാന്തിക്കു വേണ്ടി നിലവിട്ടു പിടഞ്ഞൊരീ ഞാൻ ഏന്തി തുളുമ്പിയ മുകുന്ദ കൃപാബലത്താൽ നീന്തി തുഴഞ്ഞൊരു വിധേന കരക്കണഞ്ഞു. കണ്ണന്റെ താരൊളി തിരണ്ട പദത്തിൽ മിന്നും പൊന്നിഞ്ചിലമ്പിനുടെ ഇമ്പമെഴും കിലുക്കം
കാലന്റെ ദൂതർ കയറിട്ടു വരിഞ്ഞു കെട്ടാൻ കാലത്തു കേൾക്കുവതിനിങ്ങൊരു ഭാഗ്യമുണ്ടോ? കാലന്റെ ദൂതർ കൃപ വിട്ടു കയർത്തുകൊണ്ടൻ കാലിൽ കടന്നു കയർ കെട്ടി വലിച്ചിടുമ്പോൾ കാനൊത്തമൈ തളകൾ കിങ്ങിണിയെന്നിതേന്തി മാറത്തൊരുണ്ണി കയറുന്നതു കണ്ടിടേണം. കാലന്റെ ദൂതർ കൃപ വിട്ടു കയർത്തുകൊണ്ടൻ കാലിൽ കടന്നു കയർ കെട്ടി വലിച്ചിടുമ്പോൾ കാറൊത്തമൈ തളകൾ കിങ്ങിണിയെന്നിതേന്തി മാറത്തൊരുണ്ണി കയറുന്നതു കണ്ടിടേണം. ഗുരുതുല്യനായ ഓട്ടൂരിന്റെയും ഓമനക്കണ്ണനായ ഭഗവാന്റെയും പാതാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കൾ ശ്രീകൃഷ്ണന്റെ കാരുണ്യം മാത്രം. ഓം ധന്വന്തരി മഹാഭാഗോ സർവരോഗനിവാരക കർപ്പൂരകമിദം ദേവ ഗൃഹ്യതാം സുരസത്തമാ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോർനാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ധന്വന്തരി മൂർത്തിയായി നെല്ലുവായിലും പൊന്നുഗുരുവായൂരപ്പനായി ഗുരുപവനപുരിയിലും മിന്നിത്തിളങ്ങുന്ന ഭാഗവത സ്വരൂപിയുടെ കാരുണ്യാതിരേകം കൊണ്ട് വിദ്വാൻ മച്ചാട്ടിളയത് രചിച്ച സ്തോത്ര പഞ്ചാശികയുടെ പരിഭാഷ സൗഖ്യപ്രദായക ശ്രീ ധന്വന്തരി സ്തോത്രം ഇന്ന് പ്രകാശനം ചെയ്യാൻ സാധിച്ചു. നെല്ലുവായിൽ ധന്വന്തരി അഭീഷ്ടദായകൻ ദേവൻ മല്ലാരേ അമൃതധാരിൻ ലക്ഷ്മി വല്ലഭ. ശ്യാമാദ്രിയിൽ മിന്നൽ പോലെ തവ ദേഹഭൂഷണങ്ങൾ ശേഷശായിൻ മമ രോഗം മാറ്റിത്തരണേ എന്ന 4 വരികളിലൂടെ ആരംഭിച്ച് ഏറ്റവും ഒടുവിൽ തവ മാഹാത്മ്യത്തെ അറിയാതെ ഞാനോ അവിടുത്തെ കേശാദിപാദത്തെ ഇഹ സ്തുതിച്ചു ദേവാ. അവിടുത്തെ പ്രീതിക്കായി മാറിയിടണേ ഭക്തന്മാർക്കു മനതാരിൽ തവ രൂപരത്നം മിന്നണേ. വിദ്വാൻ മച്ചാട്ടിളയതിൻ സ്തോത്ര പഞ്ചാശികയെ ഞാൻ വികൃതി കാണിച്ചു ഒരു കൃതിയാക്കവേ. വിദ്വാനല്ല എങ്കിലും ഞാൻ വിസ്തരിച്ച വരിയെല്ലാം വികൃതിയാം ശ്രീകൃഷ്ണന്റെ കാരുണ്യം മാത്രം. കണ്ണന്റെ കൃപാകടാക്ഷത്തോടെയാണ് ഈയുള്ളവന്റെ പേരിൽ ഒരു പുസ്തകം കൂടി പ്രകാശിതമായത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ സപ്താഹത്തിന്റെ ഇടയിലാണ് ആയുർവേദ ആചാര്യനായ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ അവർകളെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ധന്വന്തരി എന്ന് തന്നെ പേരുള്ള അദ്ദേഹത്തിന്റെ ആശുപത്രി സന്ദർശിച്ചു. അവിടെ നിർമ്മിച്ച അതിമനോഹരമായ ധന്വന്തരി പ്രതിമ കണ്ട ശേഷമാണ് ഡോക്ടർ ശ്രീകൃഷ്ണന്റെ
മുറിയിലെത്തിയത്. സരസ ഭക്തി സംഭാഷണങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോരവെ നെല്ലുവായി ശ്രീ ധന്വന്തരി മൂർത്തിയെക്കുറിച്ച് വിദ്വാൻ മച്ചാട്ടിളയത് രചിച്ച സ്തോത്രപഞ്ചാശിക എന്ന ഗ്രന്ഥം ഈയുള്ളവന് തന്നു. ഈ സ്തോത്രത്തെ ഡോക്ടർ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്ന മഹത്തായ ഗ്രന്ഥം. ക്ഷേത്രത്തിലെ വിശ്രമമുറിയിലിരുന്ന് പുസ്തകം ഒന്ന് മറിച്ചു നോക്കി ഭഗവാന്റെ അനുഗ്രഹമെന്നോണം അതിന് ഒരു ദിവസം കൊണ്ട് തന്നെ വഞ്ചിപ്പാട്ടിന്റെ ഇണത്തിൽ നതോന്നത വൃത്തത്തിൽ പരിഭാഷ എഴുതാൻ സാധിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ സാധിപ്പിച്ചു എന്നതാണ് സത്യം. പിറ്റേന്ന് ധന്വന്തരി മൂർത്തിയുടെ സോപാനപ്പടിയിൽ എഴുത്തുപ്രതി സമർപ്പിച്ചു. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കാരുണ്യത്താൽ തയ്യാറാക്കിയ പരിഭാഷ കണ്ട ഡോക്ടർ ശ്രീകൃഷ്ണൻ തന്നെ ഇതിന് അവതാരികയും എഴുതിത്തന്നു. സൗഖ്യദായകമായ ഈ സ്തോത്രത്തിന്റെ മൂലമടക്കമുള്ള പരിഭാഷയാണ് ഇവിടെ സൗഖ്യപ്രദായക ശ്രീ ധന്വന്തരി സ്തോത്രം എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയത്. 34 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ആയുർവേദ ഭിഷഗ്വരനായിരുന്ന ഏട്ടൻ ഡോക്ടർ മൂർക്കന്നൂർ നാരായണനാണ് ഈ ഗ്രന്ഥം സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ സ്തോത്ര പഞ്ചാശിക വിദ്വാൻ മച്ചാട്ടിളയത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചതിൻ്റെ വാർഷികം കൂടിയായിരുന്നു കുംഭം 1-ാം തീയതി. ഇതിനു മുമ്പ് നെല്ലുവായി ഏകാദശിയുടെ അന്ന് സമർപ്പണം അല്ലെങ്കിൽ പ്രകാശനം എന്ന് ഉദ്ദേശിച്ചിരുന്നു. ഈശ്വര സങ്കല്പത്താൽ അത് മാറി സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ കുംഭം 1-ാം തീയതി ആവാം എന്ന് നിർദ്ദേശിച്ചത്. അതനുസരിച്ച് ഇന്ന് ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഉദയാസ്തമന പൂജ നടക്കുന്ന അവസരത്തിൽ ഉച്ചപൂജയ്ക്ക് ആരാധ്യനായ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി ബ്രഹ്മശ്രീ മേക്കാട് നാരായണൻ നമ്പൂതിരിയും ചേർന്ന് ഭഗവത് പീഠത്തിൽ ഈ പുസ്തകം സമർപ്പിച്ചു. അതിനുശേഷം പുറത്ത് ഭഗവത് ശ്രീഭൂതബലി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഗുരുവായൂരപ്പന്റെയും ചോറ്റാനിക്കരമ്മയുടെയും നെല്ലുവായി ശ്രീ ധന്വന്തരി മൂർത്തിയുടെയും മേൽശാന്തിപദം അലങ്കരിക്കാനുള്ള അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് അനുജാത തുല്യനായ ബ്രഹ്മശ്രീ പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. നേരത്തെ പറഞ്ഞ ആയുർവേദ ഗുരു ഡോക്ടർ CM ശ്രീകൃഷ്ണൻ അവർകൾ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത്. ഈ യോഗത്തിൽ നെല്ലുവായി ദേവസ്വം ഓഫീസർ ശ്രീ PB ബിജു, അതേപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ കവി കൂടിയായിട്ടുള്ള ശ്രീ പേരാമംഗലം ഗോപി, ശ്രീ സുധീഷ് മച്ചാട് തുടങ്ങിയവരുടെ സജീവ സാന്നിധ്യവും എൻ്റെ നല്ല പാതി ശ്രീജ ശ്രീഹരി നമ്പൂതിരി, എൻ്റെ അനുജൻ മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ ചടങ്ങിനെ കൂടുതൽ സന്തോഷകരമാക്കി. നേരത്തെ ഉച്ചപൂജയ്ക്ക് ശേഷം നിരവധിയായ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിദ്വാൻ മച്ചാട്ടിളയത് രചിച്ച സ്തോത്ര പഞ്ചാശിക എന്ന 51 ശ്ലോകങ്ങളുടെ ആ സ്തോത്രവും ഭഗവാന്റെ മുമ്പിൽ പാരായണം ചെയ്യാനുള്ള അവസരം ധന്വന്തരി മൂർത്തി ഈയുള്ളവന് ഒരുക്കി തന്നു. ആ സന്തോഷത്തോടുകൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. പുസ്തകത്തിൻ്റെ വില 40 രൂപയാണ്. പോസ്റ്റേജ് പുറമെ
ആവശ്യമുള്ളവർ നിങ്ങളുടെ മേൽവിലാസം പിൻകോഡ് സഹിതം വാട്സപ്പ് ചെയ്യുക. നമ്പർ 944 630 2811. ഒരിക്കൽ കൂടി 944 630 2811. ധന്വന്തരി മൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ വാതരോഗങ്ങളെ ഇല്ലാതെയാക്കി മേൽപ്പുത്തൂരിന് ആരോഗ്യ സൗഖ്യം പകർന്നു കൊടുത്ത ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ഇന്ന് 914 ദിവസത്തെ ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദ്വാദശ സ്കന്ധത്തിലെ 21 ശ്ലോകം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് രചിച്ച പരമാവധി എന്ന കീർത്തനം അതും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗം ആണ് ഇന്ന് ആദ്യത്തിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്ത് പരീക്ഷിച്ച് ചോദിക്കുന്നു, യുഗങ്ങളെയും യുഗധർമ്മങ്ങളെയും അറിയാനുള്ള താല്പര്യം. അവിടെ 2 യുഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, സത്യയുഗത്തെക്കുറിച്ചും ത്രേതായുഗത്തെക്കുറിച്ചും. ഇന്ന് നാം ആരംഭിക്കുന്നത് ദ്വാപരയുഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. തപസ്സത്യദയാദാനേഷ്വർത്ഥം ഹ്രസതി ദ്വാപരേ ഹിംസാതുഷ്ട്യ അനൃത ദ്വേഷൈർ ധർമ്മസ്യാധർമ്മലക്ഷണൈ. ഇവിടെ പറഞ്ഞു ദ്വാപരയുഗത്തിൽ എങ്ങനെയാണ്. ആദ്യത്തെ സത്യയുഗത്തിൽ അല്ലെങ്കിൽ കൃതയുഗത്തിൽ സത്യം, ധർമ്മം അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളായി സത്യം, ദയ, തപസ്, ദാനം ഇത് 4 ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ആ 4 പാദങ്ങൾക്ക് ത്രേതായുഗത്തിൽ ക്ഷയം സംഭവിച്ചുവെന്നും അവിടെ സൂചിപ്പിച്ചു. അവിടെ ആ 4 പാദങ്ങളെ സത്യം, ദയ, തപസ്, ദാനം ഇവയെ അധർമ്മത്തിൻ്റെ 4 പാദങ്ങളായ അസത്യം, പ്രാണിഹിംസ, അസന്തോഷം, ഭൂതകലഹം എന്നിവ കടന്നുവന്ന് അതിനെ നശിപ്പിച്ചുവെന്നും കാൽഭാഗം നശിച്ചുവെന്നും പറഞ്ഞു. ദ്വാപരത്തിൽ ധർമ്മസ്യ തപസ്സത്യദയാദാനേഷു തപസ്, സത്യം, ദയ, ദാനം എന്നിവയിൽ അർത്ഥം അതിൻ്റെ പകുതി ഹിംസാതുഷ്ട്യ അനൃത ദ്വേഷൈ, ഹിംസ, അതുഷ്ടി, അനൃതം, ദ്വേഷം എന്ന അധർമ്മലക്ഷണങ്ങളെ കൊണ്ട് ഹ്രസതി കുറയുന്നു. ദ്വാപരയുഗത്തിൽ ധർമ്മത്തിൻ്റെ പാദങ്ങളായ തപസ്, സത്യം, ദയാദാനം ഇതിൻ്റെ 4ൽ പകുതി ഭാഗം കുറയും. ആ 4ൽ പകുതി വീതം ഉണ്ടാവുള്ളൂ എന്ന് ചുരുക്കം. അതിന് പകരം എന്താവും? അധർമ്മത്തിൻ്റെ ലക്ഷണങ്ങൾ. ധർമ്മത്തിൻ്റെ ലക്ഷണം കുറയുമ്പോൾ അധർമ്മത്തിൻ്റെ ലക്ഷണം കൂടും. അങ്ങനെയാണ് അല്ലേ? പ്രകാശം കുറയുമ്പോൾ ഇരുട്ട് വർദ്ധിക്കും എന്നുള്ളതുപോലെ ഇങ്ങനെ അധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളായ ഹിംസ, അസന്തോഷം, കളവ്, ദ്വേഷം ഈ 4 കൂടുതലായി വരും. യശസ്വിനോ മഹാശീല സ്വാധ്യായാധ്യയനേരത ആഢ്യ കുടുംബിനോ ഹൃഷ്ട വർണ്ണക്ഷത്രദ്വിജോത്തര. യശസ്വിനഃ യശസ്സുള്ളവർ, മഹാശീല നല്ല സ്വഭാവമുള്ളവർ, സ്വാധ്യായാധ്യയനെ വേദം പഠിക്കുന്നതിൽ രതാഹ താല്പര്യമുള്ളവർ, ആഢ്യാഹ ധനവാന്മാര്, കുടുംബിനഃ കുടുംബികൾ, ഹൃഷ്ട സന്തോഷമുള്ളവർ, വർണ്ണാഹ ക്ഷത്രദ്വിജോത്തര വർണ്ണങ്ങളിൽ ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും പ്രാമാണ്യം ഉണ്ടാവും. ആദ്യത്തേതിൽ എല്ലാവരും ഒരേപോലെയാവെന്ന് പറഞ്ഞു. ത്രേതായുഗത്തിൽ 4 വർണ്ണങ്ങളിൽ ബ്രാഹ്മണരായിരിക്കും അധികപക്ഷം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്രഹ്മഗുണമുള്ള ആളുകളായിരിക്കും കൂടുതൽ. ഇവിടെ പറയുന്നു ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും പ്രാധാന്യം കൂടും എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. മഹാശീല എന്നുള്ളതിന് മഹാശാല എന്ന് മറ്റൊരിടത്തും പറയുന്നുണ്ട്. മഹാശാല എന്ന് പറഞ്ഞാൽ മഹാശീല നല്ല സ്വഭാവശുദ്ധിയുള്ളവർ, മഹാശാല എന്ന് പറഞ്ഞാൽ വലിയ ഗൃഹസ്ഥന്മാർ എന്നാണ്. ഇപ്പം ദ്വാപരയുഗത്തിൽ ജനങ്ങൾ കീർത്തിയിൽ താല്പര്യമുള്ള ആളുകളാവും, അതുകൊണ്ട് യശസ്സുണ്ടാവും അവർക്ക്. മഹായാഗം തുടങ്ങിയ നടത്താനുള്ള സ്വഭാവമുള്ളവര്, അവരവരുടെ വേദശാഖകൾ
വേണ്ട പോലെ പഠിക്കുന്നവർ, അതിൽ താല്പര്യമുള്ള ആളുകൾ, ധനം അധികമുള്ള ആളുകൾ, കുടുംബത്തെ വേണ്ട പോലെ സംരക്ഷിക്കുന്ന ആളുകൾ, സന്തോഷിക്കുന്ന ആളുകൾ, അതിൽ തന്നെ വർണ്ണങ്ങളിൽ പ്രാധാന്യം ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും. കലൗതു ധർമ്മഹേതൂനാം തുര്യാംശോ അധർമ്മഹേതുഭി ഏധമാനൈ ക്ഷീയമാണോ ഹ്യന്തേ സോപി വിനക്ഷ്യതി. ഇനി കലിയുഗത്തെക്കുറിച്ച് പറയുന്നു. കലൗതു, കലിയുഗിലാവട്ടെ, ധർമ്മഹേതൂനാം തുര്യാംശ അവശിഷ്യത്തെ, ധർമ്മഹേതുക്കളുടെ സത്യം, തപസ് തുടങ്ങിയ ആ ധർമ്മത്തിൻ്റെ 4 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. സത്യം, ദയ, തപസ്, ദാനം. ഇതിൻ്റെ തുര്യാംശ 4-1 ഭാഗം മാത്രം അവശേഷിക്കണം. അപ്പോൾ 3/4 ഭാഗവും നശിക്കുമെന്ന് ചുരുക്കം. ഏധമാനൈഹി അധർമ്മഹേതുഭി, വർദ്ധിച്ചു വരുന്ന അധർമ്മഹേതുക്കളാൽ, അധർമ്മപാദങ്ങളായ അസത്യം, ഹിംസ, അതേപോലെ തന്നെ അസന്തോഷം, ദ്വേഷം, ഇതൊക്കെ വർദ്ധിക്കും. അപ്പം അത് വർദ്ധിക്കുമ്പോൾ 3/4 ഭാഗം അതായി മാറും, 1/4 ഭാഗം മാത്രം ധർമ്മം അവശേഷിക്കും. അവസാനത്തിലോ അന്തേ സ അപി, അവസാനത്തിൽ ഈ 1/4 ഭാഗമുള്ളതും ക്ഷീയമാണഹ വിനക്ഷ്യതി, ക്ഷയിക്കുന്നതായിട്ട് നശിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അവശേഷിക്കുന്ന ധർമ്മപാദം കൂടി ഇല്ലാതെയായി തീരും. ഏത് യുഗത്തിൽ? കലിയുഗത്തിൽ. തസ്മിൻ ലുബ്ധ ദുരാചാര നിർദയ ശുഷ്കവൈരിണ ദുർഭഗ ഭൂരിതർഷാശ്ച ശൂദ്രദാശോത്തരാ ജനാഹ. തസ്മിൻ, അതിൽ, ലുബ്ധാഹ, ലോഭമുള്ളവര്, ദുരാചാരാഹ, ദുഷിച്ചാചാരമുള്ളവര്, നിർദയാഹ, ദയയില്ലാത്തവര്, ശുഷ്കവൈരിണ, ചെറിയ കാര്യത്തിൽ വൈരമുള്ള ആളുകൾ, ദുർഭഗ, ഭാഗ്യമില്ലാത്തവര്, ഭൂരിതരുഷ, കൂടുതൽ ആഗ്രഹിക്കുന്ന, അത്യാഗ്രഹമുള്ളവര്, ശൂദ്രദാശോത്തര, ശൂദ്രർക്കും മുക്കുവർക്കും പ്രാമാണ്യം ഉള്ളതായിട്ടുള്ള ജനങ്ങൾ ഉണ്ടാവും. കലിയുഗത്തിൻ്റെ പ്രത്യേകത പറയുന്നു. ജനങ്ങൾ ലുബ്ധന്മാരാവും, ദുരാചാരികളാവും, കരുണയില്ലാത്തവരാവും, കാരണമില്ലാതെ, ഒരു കാരണവുമില്ലാതെ മത്സരിക്കും, ഭാഗ്യഹീനരായിത്തീരും, ധനത്തിലൊക്കെ വലിയ ആഗ്രഹം കാണിക്കും. അതേപോലെ ശൂദ്രർക്കും മത്സ്യത്തെ പിടിച്ചു ജീവിക്കുന്ന മുക്കുവന്മാർക്കൊക്കെ പ്രാധാന്യം ലഭിക്കും കലിയുഗത്തിൽ എന്ന് പറയുന്നു. സത്വം രജസ്തമ ഇതി ദൃശ്യന്തേ പുരുഷേ ഗുണാഃ കാലസഞ്ജോതിതാസ്തേ വൈ പരിവർത്തന്തെ ആത്മനി. പുരുഷേ ഗുണാഃ, പുരുഷനിൽ ഗുണങ്ങൾ ദൃശ്യന്തേ, കാണപ്പെടുന്നു. കാലസഞ്ജോതിതാഃ, കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട്, ആത്മനി പരിവർത്തന്തെ, ആത്മാവിൽ, മനസ്സിൽ പരിവർത്തനം ഉണ്ടാവുന്നു. യുഗധർമ്മങ്ങളുടെ വൈഷമ്യം കാരണം ഇവിടെ ഇതിന് കാരണം എന്താണെന്ന് പറയുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. സത്വരജസ്തമോ ഗുണങ്ങൾ മനുഷ്യരിൽ കാണപ്പെടും. കാലശക്തി കൊണ്ട് ആക്രമിക്കപ്പെടുന്ന ഗുണങ്ങൾ അവരുടെ മനസ്സിൽ സ്വചിഹ്നങ്ങളെ പ്രകാശിപ്പിക്കുക മാത്രം ചെയ്യും. ഉല്ലാസം, പരിഹാസം, ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ മാത്രമല്ലാതെ സത്വാദി ഗുണങ്ങളുടെ പ്രചാരം ഉണ്ടായിരിക്കില്ല എന്ന് അവിടെ സൂചിപ്പിച്ചു. പിന്നെ പ്രഭവന്തി യഥാ സത്വേ മനോബുദ്ധീന്ദ്രിയാണി ച തദാ കൃതയുഗം വിദ്യാജ്ഞാനേ തപസി യദ്രുചി. സത്വേ ബുദ്ധീന്ദ്രിയാണി യഥാ പ്രഭവന്തി, സത്വത്തിൽ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എന്നിവ എപ്പോഴാണോ വിളങ്ങുന്നത്, എപ്പോൾ ജ്ഞാനേ തപസ്സിച്ച, ജ്ഞാനത്തിലും തപസ്സിലും രുചി, താല്പര്യമുണ്ടാവുന്നുവോ, തഥാ കൃതയുഗം വിദ്യാൽ എന്ന് മനസ്സിലാക്കണം. ഏതൊരു കാലത്തിൽ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളൊക്കെ സത്വഗുണം അധികരിച്ച് തീരുകയും അതുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിയാനും തപസ് ചെയ്യാനും താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പോൾ കൃതയുഗം തുടങ്ങി എന്ന് മനസ്സിലാക്കണം. ആ മനുഷ്യനിൽ കൃതയുഗ വ്യാപ്തി ഉണ്ട് എന്ന് ചുരുക്കം. എന്നാൽ അടുത്തതായി യഥാ ധർമാർത്ഥകാമേഷു ഭക്തിർ ഭവതി ദേഹിനാം
തഥാ ത്രേതാ രജോവൃത്തി രീതി ജാനീഹി ബുദ്ധിമൻ. ഇവിടെ പറയുകയാണ് അടുത്തതായിട്ട് ദേഹിനാം ധർമാർത്ഥകാമേഷു ഭക്തി. ദേഹികൾക്ക് ധർമ്മം, അർത്ഥം, കാമം എന്നിവയിൽ താല്പര്യം, ഭക്തി ഉണ്ടാവുന്നുവെങ്കിൽ യഥാഭവതി എപ്പോഴുണ്ടാവുന്നുവോ തഥാ രജോവൃത്തി, ആ രജോ ഗുണത്തിന്റെ വ്യാപാരത്തോടു കൂടിയ ത്രേതായുഗം എന്ന് മനസ്സിലാക്കണം. അല്ലയോ ബുദ്ധിമാനായിരിക്കുന്ന ഹേ ബുദ്ധിമാൻ, രാജാവിനെ ശ്രീ ശിവബ്രഹ്മർഷി സംബോധന ചെയ്യണം. അടുത്തതായിട്ടോ യഥാ ലോഭസ്ത്വസന്തോഷോ മാനോ ദംഭോധ മത്സര കർമ്മണാം ചാപി കാമ്യാനാം ദ്വാപരം തദ്രജസ്തമ. അസന്തോഷം, മത്സരം, കാമ്യാനാം കർമ്മണാം, കാമ്യങ്ങളായ കർമ്മങ്ങളുടെ മാനഹ, അന്യനെ നിസ്സാരമാക്കുന്ന ചിത്തവികാരം, ദംഭ, അന്യനെ വഞ്ചിക്കല്, ഇങ്ങനെയുള്ള വേഷധാരണത്തോടു കൂടിയൊക്കെയാണ് ആളുകൾ എങ്കിൽ എന്ത് മനസ്സിലാക്കണം? രജസ്സും തമസ്സും വർദ്ധിച്ചിരിക്കുന്ന ദ്വാപരയുഗമാണ് എന്ന് മനസ്സിലാക്കണം. ലോഭം, അസന്തോഷം, ദംഭം, മത്സരം, കാമ്യകർമ്മങ്ങളിൽ ശ്രദ്ധ, ഇപ്പോഴാണ് രജോ തമോ ഗുണങ്ങളുടെ പ്രതീകമായിരിക്കുന്ന ദ്വാപരയുഗമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്തത് യഥാ മായാനൃതം തന്ദ്ര നിദ്രാഹിംസ വിഷാദനം ശോകോ മോഹോ ഭയം ദൈന്യം സ കലിസ്താമസ സ്മൃത. അടുത്തതായിട്ട് എപ്പോഴാണോ ജനങ്ങളിൽ കാപട്യം, അസത്യഭാഷണം, ആലസ്യം, നിദ്ര, ഉറക്കം, പരപീഡനം, ദുഃഖം, കരച്ചില്, നേരെ വിപരീതമായ ജ്ഞാനം, ഭയം, ദൈന്യം, ഇതൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കണ്ടാൽ അവിടെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന കലിസ്താമസ സ്മൃത, കലിയുഗമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഓരോ യുഗത്തിനെയും പ്രത്യേകം അറിയാനുള്ള വഴി ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ 30ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. നാളെ 31ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരി
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.